കൊച്ചിയിലേക്കാണ്. അവിടെ വിഷ്ണു സുരേഷ് ഉണ്ട്. വിഷ്ണു, വെരി ഗുഡ് മോർണിംഗ്. കൊച്ചിയിലും മധ്യകേരളത്തിലുമായി നിരവധി വാർത്തകൾ ഇന്ന് വരാനുണ്ടല്ലോ. ഒന്ന്, ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ 4-ാം പ്രതി എസ് ജയശ്രീയുടെ മുൻകൂർ ജാമ്യ ഹർജി ഹൈക്കോടതി പരിഗണിക്കും. മറ്റൊന്ന്, ടി.പി. ചന്ദ്രശേഖരൻ കൊലക്കേസ് പ്രതി കൊടിസുനിയുടെ ജയിൽ മാറ്റവുമായി ബന്ധപ്പെട്ട മാതാവ് സമർപ്പിച്ച ഹർജി ഹൈക്കോടതി പരിഗണിക്കുകയാണ്. മറ്റൊന്ന്, ഇറാനിലേക്കുള്ള അവയവക്കടത്ത് കേസിൽ അന്വേഷണം NIA തുടരുന്നു. ഈ അവയവക്കടത്തും വീസ ദുരുപയോഗവും ഒക്കെ മൂലം ഇന്ത്യക്കാർക്ക് താൽക്കാലിക വീസ ഇറാൻ നിർത്തിവെച്ച ഒരു സാഹചര്യത്തിൽ കൂടിയാണല്ലോ ഈ വാർത്തയും വരുന്നത്. ഗുഡ് മോർണിംഗ്. വാർത്തകളാൽ സമ്പന്നമാണ് കൊച്ചി. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ ഹൈക്കോടതിയിൽ നിന്ന് തന്നെയാണ് വരാനുള്ളത്. അതിൽ ഇന്ന് എസ് ജയശ്രീയുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി പരിഗണിക്കുകയാണ്. സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ടുള്ള 4-ാം പ്രതിയാണ് ജയശ്രീ. നേരത്തെ ഇവർ സെഷൻസ് കോടതിയെ സമീപിച്ചിരുന്നെങ്കിലും ജാമ്യ ഹർജി തള്ളുകയായിരുന്നു. 60 വയസ്സ് പ്രായമുണ്ട് തനിക്ക് വലിയ ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ട്. അറസ്റ്റ് അടക്കമുള്ള നടപടികൾ തടയണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ജയശ്രീ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഹൈക്കോടതി കഴിഞ്ഞ ദിവസം അറസ്റ്റ് താൽക്കാലികമായി തടഞ്ഞിരുന്നു. ഇനി ഈ വിഷയത്തിൽ വിശദമായ വാദം കേൾക്കും. മറ്റൊന്ന്, കൊടിസുനിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഹർജിയാണ്. കൊടിസുനിയെ താനൂർ ജയിലിൽ നിന്ന് തിരിച്ച് കണ്ണൂർ ജയിലിലേക്ക് മാറ്റണമെന്നാവശ്യപ്പെട്ട് മാതാവാണ് ഹർജി നൽകിയിരിക്കുന്നത്. തനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. മകനെ അടിക്കടി ഈ താനൂർ ജയിലിൽ പോയി കാണുന്നതിൽ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് അങ്ങോട്ടേക്ക് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടത്. ഈ വിഷയത്തിൽ സർക്കാരിന്റെ നിലപാട് നിർണായകമായും സർക്കാരിനോട് കോടതി കഴിഞ്ഞ തവണ നിലപാട് തേടിയിരുന്നു. സർക്കാർ ഇന്ന് അക്കാര്യം കോടതിയെ അറിയിക്കുകയും ചെയ്യും. എന്താണ് സർക്കാർ എടുക്കാൻ പോകുന്ന നിലപാട് എന്നുള്ളത് ഏറെ ശ്രദ്ധേയമായിരിക്കും. ഈ ജയിലിലേക്ക് പോകുന്നതിനിടയിൽ പുറത്തുനിന്ന് മദ്യം കഴിച്ചതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നത്തിനാണ് കൊടിസുനിയെ ജയിൽ മാറ്റിയത്. ഒപ്പം കണ്ണൂർ ജയിലിലെ കൊടിസുനിയുടെ ഒരു സ്വാധീനം നമുക്കറിയാവുന്നതാണ്. അതെല്ലാം പരിഗണിച്ചാണ് ജയിൽ മാറ്റം. ആ പശ്ചാത്തലത്തിൽ സർക്കാർ സ്വീകരിക്കാൻ പോകുന്ന നിലപാട് ഏറെ നിർണായകമായിരിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയായി ചർച്ച ചെയ്യപ്പെടുന്നത് ഇറാനിലേക്കുള്ള അവയവക്കടത്താണ്. പ്രധാന പ്രതി ഇപ്പോഴും NIA കസ്റ്റഡിയിലുണ്ട്. മധു ജയകുമാർ. ഇയാളിൽ നിന്ന് പരമാവധി വിവരങ്ങൾ ശേഖരിച്ചു വരികയാണ്. കൂടുതൽ അറസ്റ്റിലേക്ക് അടക്കം കടക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് NIA എത്തിയിട്ടുണ്ട്. എങ്ങനെയാണ് ഇവർ തട്ടിപ്പ് ആസൂത്രണം ചെയ്ത് ആളുകളെ കബളിപ്പിച്ചിരുന്നത്, അതോടൊപ്പം തന്നെ ഈ തട്ടിപ്പിലൂടെ ലഭിച്ച അല്ലെങ്കിൽ കബളിപ്പിക്കലിലൂടെ ലഭിച്ച പണം രാജ്യവിരുദ്ധ പ്രവർത്തനത്തിന് ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന കാര്യമാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. നാളെ മധുവിന്റെ കസ്റ്റഡി അവസാനിക്കുമെന്നാണ് ലഭ്യമാകുന്നത്. അങ്ങനെ ഒട്ടനവധി വാർത്തകൾ കൊച്ചിയിൽ നിന്ന് ഇന്ന് വരാനുണ്ട്. ഒരു 11 മണിയോടുകൂടി വാർത്തകൾ കൂടുതൽ സജീവമാവുമെന്നാണ് മനസ്സിലാവുന്നത്. ക്രിസ്റ്റീന. ശരി, വിഷ്ണു സുരേഷാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.